വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ, ഞാനൊരു കോസി ഈവനിങ് വ്ളോഗാണ് ഷൂട്ടാക്കിയിട്ടുള്ളത്. കോസി എന്നൊന്നും പറയാനില്ല, ഞാൻ ഈവനിങ് ചെയ്യുന്ന കുറച്ച് ക്ലിപ്സൊക്കെയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈവനിങ് ഈ ഒരു ടൈം ആകുമ്പോഴുള്ള എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ശരിക്കും വെള്ളം നനയ്ക്കണമെന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും, ഓ എനിക്ക് ഇത്രയും ചെടിയും കളക്ഷനൊക്കെ ഉണ്ടോയെന്ന്. അല്ല കേട്ടോ, എൻ്റെ അമ്മ വളർത്തുന്ന ചെടിക്ക് എൻ്റെതായ ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചെടുക്കും. അപ്പത്തിനും ഇപ്പം ടൈം ഏകദേശം 5:45 ആയിട്ടുണ്ട്. ഇനി കാര്യമായിട്ടൊന്നുമില്ല, ഈ ഒരു ടൈമിൽ നമ്മളെ സൂര്യനൊക്കെ പോയി ഒരു കോസി അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു ടൈമാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാന്നേ. ഇവിടെ ഞാനങ്ങനെ കിടക്കലൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് കച്ചറയും കാര്യങ്ങളൊന്നും വരില്ല. പക്ഷേ നമ്മളൊരു വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്യുന്നതിനുകൊണ്ടും നിങ്ങൾ ഈ ബെഡ്ഷീറ്റിൽ കുറേ കണ്ടത് കൊണ്ടും ഞാൻ വിചാരിച്ചു ഒന്ന് ചേഞ്ച് ചെയ്യാന്നേ. ഈ ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുക്കട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി ചീസാക്കാം. നല്ലൊരു പിൻട്രസ്റ്റ് ലുക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ വെക്കേഷൻ ആയി എന്നറിയാം, എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരുടെയും വിശേഷങ്ങൾ, നിങ്ങളെ കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കലുണ്ട്. എൻ്റെ ഏറ്റവും ഇപ്പം സത്യം പറഞ്ഞാൽ സമാധാനം, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഓരോരുത്തരുടെ ഓരോ കമൻസൊക്കെ കാണുമ്പം ഓക്കെ ഞാൻ തന്നെ ആലോചിക്കും, ഇതിന് മാത്രം എന്താണ് ഇപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നതെന്ന്. ചിലർ വിചാരിക്കുന്നുണ്ടോ ഒന്നുമില്ലാന്ന്. പക്ഷെ ഒന്ന് രണ്ടല്ല, അൽഹംദുലില്ലാ കുറച്ച് ആൾക്കാരെങ്കിലും മെസ്സേജ് ചെയ്യുന്നുണ്ട് വ്ളോഗ്സ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അൽഹംദുലില്ലാ, താങ്ക് യു സോ മച്ച്. എങ്ങനെ എനിക്ക് നിങ്ങളോട് താങ്ക്സ് പറയേണ്ടതെന്നൊന്നും അറിയില്ല. പിന്നെ കുറേ കുട്ടികൾ ഞങ്ങൾക്കും ഇങ്ങനെ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ആക്കിയിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, നിങ്ങൾ ഇതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ എന്തായാലും റിപ്ലൈ ആക്കാൻ നോക്കാം. ഞാൻ ഈ റൂമിലേക്ക് അധികം വരുന്നത് എൻ്റെതായ കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്, അല്ലാണ്ട് ഇവിടെ കിടക്കലൊന്നുമില്ല. കാരണം ഈ റൂമിൽ കിടക്കാനൊന്നും ഒട്ടും പറ്റില്ല, അത്രയ്ക്ക് സഹിക്കബിളായിട്ടുള്ള ചൂടാണ്. ഈ ചൂടത്ത് ഇങ്ങോട്ട് കയറാൻ പോലും പറ്റില്ല. ഏകദേശം ഒരു 5 മണിക്ക് ശേഷം ഇങ്ങോട്ട് വന്നാലേ കുറച്ചൊരു സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ ടേബിള് എനിക്ക് ഒത്തിരി കമൻസും DM ഏറ്റവും കൂടുതൽ എൻ്റെ വ്ളോഗിൽ വന്ന ഒരേ ഒരു ടേബിൾ ഇതാണ്. ഇത് നമുക്ക് ഏകദേശം എന്താ പറയുക, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ, വുഡൻ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അതിനുശേഷം ഞാനൊരു സ്മെല്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പെർഫ്യൂമൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ലൈറ്റും ഞാൻ ഓൺലൈൻ ത്രൂ പർച്ചേസ് ആക്കിയതാണ്. നല്ല ഒരു കോസി, ശരിക്കും പറഞ്ഞ ഒരു കോസി ഫീൽ തന്നെ കൊടുക്കും. ഭയങ്കര അഫോർഡബിൾ പ്രൈസിനാണ് ഞാൻ ഈ ലൈറ്റും പർച്ചേസ് ആക്കിയിട്ടുള്ളത്. പക്ഷേ ഈ വീഡിയോയിൽ ആ ഒരു പ്രൊഡക്റ്റ് മാത്രം കാണിക്കാൻ എനിക്ക് മറന്നുപോയി. അങ്ങനെ അതിനുശേഷം ഇനി വേറെ കാര്യമായിട്ട് പരിപാടീസ് ഒന്നുമില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ഐറ്റം കാണിച്ചു തരാം. ഞാനിപ്പോൾ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ള 2 പ്രോഡക്റ്റ്സാണിത്. ഇതിൻ്റെ ലിങ്ക് എനിക്ക് ഇതിൽ കൊടുക്കാൻ പറ്റില്ല, പകരം നിങ്ങൾ ഇൻസ്റ്റയിൽ കാണുന്നവരാണെങ്കിൽ ഞാനിങ്ങനെ അഫോർഡബിൾ റേറ്റിന് നമുക്ക് പിൻട്രസ്റ്റ് ക്യൂട്ട് ഐറ്റംസിൻ്റെ ഒക്കെ ഹോള് പോലെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ മീൻസ് നിങ്ങളത് റീൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഈ വാച്ചിൻ്റെ ഈ സെറ്റിന് വെറും 300 സംതിങ് ഉള്ളൂ കേട്ടോ. വളരെ വർത്താണ്. ഈ വാച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. അതേപോലെ ഈ ഒരു റേറ്റിന് ഇത്രയും ക്വാളിറ്റിയിൽ നമുക്ക് എവിടെയും കിട്ടൂല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ക്രേസുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബാഗും വാച്ച് കളക്ഷനൊക്കെയാണ്. എനിക്ക് ബാഗ് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമാണ്, അതേപോലെ വാച്ചും ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ഷെയ്ഡിലേക്ക് ഈ വാച്ചും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഈ ഒരു വാളറ്റും നല്ല മെറ്റീരിയൽ 200 സംതിങ്ങിനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു പ്രീമിയം മെറ്റീരിയൽ ലുക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെ ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ റീലായിട്ട് പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് പറ്റാണ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അതിലേക്ക് കണ്ടിട്ട് പർച്ചേസ് ആക്കിയാൽ മതി കേട്ടോ. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ബുക്ക് കാണിച്ചു തരാം. നമ്മളിത് ജേർണൽ ചെയ്യണം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ബുക്കായിരുന്നു. പക്ഷേ സത്യം പറയാലോ, ഇത് വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും വാങ്ങിയതല്ല സംഭവം, ഇത് ഞാൻ സെറ്റാക്കിയതാണ്. ഇന്ത്യയിൽ കുറേ മുന്നേ ഉണ്ടായ ബുക്കാണ്. അതിൽ ഞാനൊന്ന് ജസ്റ്റ് കട്ടൊക്കെ ചെയ്ത് ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്ത ബുക്കാണ്, അല്ലാണ്ട് ജേർണൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയ ബുക്കൊന്നും അല്ല കേട്ടോ. അപ്പം നമ്മൾ ഈ 2 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ അതങ്ങോട്ട് ഡ്രോപ്പ് ചെയ്ത് വേറെ കാര്യമായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ലേനു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ജേർണലിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. എൻ്റെ കേസിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ജേർണലിങ്ങിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ വ്യൂവേഴ്സിന് ഇഷ്ടമാണെന്നുള്ള രീതിയിലാണ് ഞാൻ അത് ചെയ്തത്. പക്ഷേ ഞാൻ ഈ ഒരു 2 പേജെങ്കിൽ 2 പേജ് ഇത് കണ്ടപ്പോൾ തന്നെ ഇടയ്ക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അതിനുശേഷം
ഇനി നമ്മളെ കോസി അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഒരു കേക്കിലൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ കേക്കിൽ സത്യം പറഞ്ഞാൽ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരു എഗ്ഗോ അങ്ങനെ കാര്യമായിട്ടൊന്നും വേണ്ട. ഈ ഹോസ്റ്റലേഴ്സിനൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും കുറേ വ്ളോഗ്സിലും ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇത്രയും എളുപ്പത്തിൽ ഇത്രയും ടേസ്റ്റ് ഒരു സാധനം കിട്ടുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. കാര്യമായിട്ട് നമ്മളൊന്നും ചേർക്കുന്നൊന്നുമില്ല. ഞാനാകെ ഓറിയോൻ്റെ ബിസ്ക്കറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് ആ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കുറച്ചും കൂടി ടേസ്റ്റുള്ള ചോക്ലേറ്റുള്ള ബിസ്ക്കറ്റ് ആഡ് ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. അതിനുശേഷം നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. സത്യം പറഞ്ഞാലൊന്ന് പാലിൽ പുതിർത്തിട്ടാൽ മതിയേനു. ഞാൻ പിന്നെ വെറുതെ ഒരു ആഡംബരത്തിന് ഇതൊക്കെ എടുത്തിട്ടുണ്ടേനു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം നടന്നില്ല. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി പാലൊഴിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ഫ്രിഡ്ജ് എടുത്ത് തുറന്നു, പാലിൻ്റെ പാക്കറ്റ് എടുത്തു, അതങ്ങോട്ട് ഒഴിച്ച് ഒരു 5 മിനിറ്റ് നനച്ച് വെക്കുമ്പോൾ തന്നെ സംഭവം സെറ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് വേണ്ടി ഷുഗർ, അതേപോലെ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ, അതിനനുസരിച്ചിട്ട് കുറച്ചൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ നിങ്ങളിൽ എന്താണോ ഉള്ളത് അത് ആഡ് ചെയ്യാം. പിന്നെ ഞാനിതിൽ മെയിനായിട്ട് ചേർക്കുന്നത് ഇന്ത്യയിൽ കുറച്ച് ചോക്കോ ചിപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ വെറുതെ കിടക്കുകയാണ്. ഞാൻ കുറച്ചായി യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി ആഡ് ചെയ്യാം. അതേപോലെ നമ്മളിൽ എന്തെങ്കിലും ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. മീൻസ് ഇതിനൊന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ കഴിക്കാം. സിമ്പിൾ കേക്കാണ്. നമ്മൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ നമ്മളിങ്ങനെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും. നമ്മളുടെ ക്രേവിംഗ് ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ ബെസ്റ്റ് ഓപ്ഷനാണ്. അതിനുശേഷം അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. നല്ലൊരു തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് പാനിലോ അതേപോലെ ഓവനിലോ ഒന്നുമല്ല, നമ്മളുടെ അഗാരോൻ്റെ മൾട്ടി ലെയർ കെറ്റിലാണ് കേട്ടോ ഞാൻ ഇന്ന് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെനിക്ക് അഗാരോൻ്റെ ഏറ്റവും ബെസ്റ്റ് സെല്ലിങ് പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയത്. എന്താ ഇതിനെ പറ്റിയിട്ട് പറയുക. അതേപോലെ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ ബാച്ചിലറായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഒരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ മൾട്ടി ലെയർ കെറ്റിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പലതരം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് സാധാ പോലെ കുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ആവിയിലൊക്കെ ഇപ്പോൾ മോമോസോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ സ്റ്റീം ചെയ്യാനൊക്കെ ഒരു അടിപൊളി ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങിന്. ഫസ്റ്റ് ഈ കെറ്റിലേക്ക് ഇതിൻ്റെ ലിഡ് ഇറക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം കുറച്ചൊരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതിൽ തന്നെ നമുക്ക് കൂട്ടേണ്ടതും കുറയ്ക്കേണ്ടതൊക്കെ ആയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പരം തന്നെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേയും കൂടി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനിൽ വരുന്ന ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഡിസൈനിൽ വരുന്ന കേക്കിൻ്റെ ഒരു ട്രേ ആണ് കേട്ടോ. മീൻസ് ബൗളാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇറക്കി കൊടുത്തു വെച്ചതിന് ശേഷം ഏകദേശം ഞാനൊരു 20 to 25 മിനിറ്റ്സ് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി പാല് കൂട്ടി ഒഴിക്കുമ്പം കുറച്ച് ടൈം എടുക്കും. അല്ലാന്നാണെങ്കിൽ കറക്റ്റ് നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടും. പിന്നെ നമ്മൾ കുക്കായിന്ന് കണ്ട് അപ്പം തന്നെ എടുക്കരുത്. ഞാൻ അങ്ങനെ എടുത്തു പോയി എൻ്റെ കൈ അങ്ങോട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം ടൈം അവിടെ മാറ്റി വെക്കുക, ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാലും മതി. അതിനുശേഷം എൻ്റെ നെക്സ്റ്റ് പരിപാടി നമുക്ക് ഈ കേക്ക് മാത്രമാണല്ലോ സെറ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഡിന്നറായിട്ട് എന്തെങ്കിലും കഴിക്കാനും കൂടി വേണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മളെ പാസ്ത തന്നെ സ്ഥിരം പാസ്ത തന്നെ ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഞാൻ പാസ്തയിൽ നിന്ന് കുറച്ചൊരു വെറൈറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യമായിട്ടുള്ളതൊന്നുമല്ല. മീൻസ് നമ്മളെപ്പോഴും വൈറ്റ് സോസ് പാസ്ത ആണല്ലോ ട്രൈ ചെയ്യില്ലേ. ഇന്ന് ഞാൻ വിചാരിച്ചു സോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചൊരു വെറൈറ്റി പിടിക്കാമെന്ന്. സത്യം പറഞ്ഞാൽ കുറച്ച് ഒനിയനൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. പക്ഷേ ഞാൻ കുറച്ച് എളുപ്പപ്പണി വേണ്ടിയിട്ട് ഈ കെറ്റിൽ തന്നെ ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ കൂടുതൽ അങ്ങോട്ട് ആർഭാടങ്ങളൊന്നും ആക്കിയില്ല. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഞാനിത് ഉണ്ടാക്കി നോക്കിയതുകൊണ്ട് പറയാണ്. എനിക്കിത് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് തോന്നി. മീൻസ് കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ ആകെ എൻ്റെ കയ്യിലുള്ള ചില്ലി സോസും അതേപോലെ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. സെയിം നമ്മൾ വൈറ്റ് സോസ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ. പിന്നെ ഈ പാസ്ത ഉണ്ടാക്കുമ്പം നമ്മൾ എന്തൊക്കെ വിട്ടുപോയാലും ഒറിഗാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒറിഗാനോ വാങ്ങാൻ നോക്കുക. അത് ഇടുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ പാസ്ത ആവുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് ഇടുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളിന്ന് 2 സോസും കൂടി ആഡ് ചെയ്തപ്പം കുറച്ചും കൂടി ഒരു ഡിഫറൻറ്റ് പോലെ ആയിട്ടുണ്ടേനു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ടേസ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച പാസ്ത ആഡ് ചെയ്യാം. നമ്മളിൽ ചിക്കനോ മഷ്റൂമോ എന്താണോ ഉള്ളത് വെച്ചാൽ അതും കൂടി ആഡ് ചെയ്യാം. ഞാനിത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. പൊതുവേ ഞാൻ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുന്ന ടൈമിൽ ജസ്റ്റ് കുരുമുളകും ഉപ്പും കൂടി മാത്രം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്ത് വെക്കൽ. ഇതിൽ ഞാൻ കുറച്ച് മുളക് പൊടി കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം
മീൻസ് ഞാനൊരു പാസ്ത ഫാനാണ്. അപ്പോൾ ഇന്നെ പോലെ കുറേ പാസ്ത ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് നിങ്ങളെ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. മീൻസ് നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടി നിങ്ങൾ അറിയിക്കട്ടോ. അപ്പം നമ്മളെ കെറ്റിലുണ്ടാക്കിയ പാസ്ത സക്സസ്ഫുള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഹോസ്റ്റലിലാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ബാച്ചിലറായിട്ട് നിൽക്കുകയാണെങ്കിലോ ഇപ്പോൾ ഗ്യാസും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലല്ലോ കൂടുതലും. അപ്പോൾ നമുക്കിതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ മൾട്ടി ലെയർ കിറ്റിൽ. ഞാൻ അഗാരോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെതാണ് യൂസ് ചെയ്യുന്നത്. ഇനി വേറെ ഒന്നുമില്ല, നമുക്ക് ഫുഡ് കഴിക്കാം. നല്ല ആംബിയൻസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, നല്ല രീതിയിൽ ഫുഡ് കഴിക്കാം. പിന്നെ എനിക്ക് മാറ്റണം എന്നുള്ളൊരു ശീലമാണ് ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ എനിക്കങ്ങോട്ട് ഫുഡ് ഇറങ്ങൂല. ഞാനിപ്പോൾ കാണുന്നത് തനി മലയാളീൻ്റെ വ്ളോഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു വ്ളോഗ് എന്ന് പറയുന്നത് തനി മലയാളിയാണ് കേട്ടോ. ബോറടിക്കാണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ അവരുടെ വീഡിയോ ആണ് ഞാൻ എപ്പോഴും കാണുന്നത്. പിന്നെ ഈ ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ നോക്കുന്നത് വലിയ നല്ല കാര്യമൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ കാണുമ്പം എനിക്കെന്തോ ഒരു മീ ടൈം നമ്മൾ എൻജോയ് ചെയ്യുന്ന പോലെ തോന്നും. അങ്ങനെയൊക്കെ തന്നെ. അതിനുശേഷം എനിക്ക് കാര്യമായിട്ട് പിന്നെ ടേബിളിൽ ഇരുന്നത് എനിക്ക് വലിയ സെറ്റായിട്ട് തോന്നാത്തത് കൊണ്ട് നമ്മൾ ഈ ബെഡിലിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കി. മീൻസ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വുഡൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇതൊരു അടിപൊളി ഐറ്റാണ്. നമുക്ക് നമ്മളുടെ കംഫേർട്ടിനനുസരിച്ചിട്ട് ഇരിക്കാം. അങ്ങനെ അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ കേക്കും കൂടി കഴിച്ചാലല്ലേ ഒന്ന് സെറ്റാവുള്ളൂ. അപ്പോൾ കേക്കൊക്കെ നല്ല ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ലൊരു ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ ഓക്കേടാ, ബൈ.